എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരുപാട് ഡേയ്സൊക്കെ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ബിസി ആയി പോകുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനൊന്നും ടൈമിലൊന്നും കിട്ടാറില്ല. ഇതൊക്കെ കേൾക്കുമ്പം ചിലർ വിചാരിക്കും ഇവളാരോ വലിയ യൂട്യൂബർ ഒന്നുമല്ല. പക്ഷേ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക, അല്ലാത്തൊരു സ്കിപ്പ് അടിച്ച് പോകുക. അപ്പോൾ അതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചു, ഇടയ്ക്ക് രാവിലത്തെ പരിപാടികളൊക്കെ ഇല്ല, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടു. കുറച്ച് ഭയങ്കര ചൂടല്ലേ വെളിയിലൊക്കെ, അത് തന്നെയല്ല ഇപ്പം ജനൽ തുറന്നിടാനും പറ്റത്തില്ല. കാരണം ഈ ചൂട് കാരണം ഇഴജന്തുക്കളൊക്കെ നമ്മുടെ വീടിനകത്തൊക്കെ കയറും. അതുകൊണ്ട് അങ്ങനെ തുറന്നൊന്നും ഇടാറില്ല. പക്ഷെ രാവിലെ ഇങ്ങനെ തുറന്നിടാറുണ്ട്, എനിക്കൊരു മനസ്സുഖം. പിന്നെ രാവിലെ ബ്രഷിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ മുടി എല്ലാ ചെടയൊക്കെ കളഞ്ഞു, നന്നായിട്ട് ഏരി കെട്ടി വെച്ചു. കണ്ടു. അതിനുശേഷം നമ്മളിപ്പം സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു വെള്ളമുണ്ട്, ചിയാ സീഡ് വെള്ളം. അത് നമ്മൾ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായതാണ്. അതിപ്പോൾ കുറച്ചാളോട്ട് കുടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കുടിക്കുമ്പോൾ ചായ കുടിക്കരുതെന്നൊക്കെയാണ് യൂട്യൂബേഴ്സൊക്കെ പറയുന്നത്. പക്ഷേ ഞാനിത് കുടിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ചായ കുടിക്കും. പിന്നെ നമ്മൾ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ അവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അമ്മയായിട്ട് ഇന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അമ്മ ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ചായ കുടിച്ചു. കാരണം എനിക്ക് ചായ കുടിക്കാതെ ഉറക്കം വരത്തില്ല, അതല്ല തലവേദന എടുക്കും. പിന്നെ നമ്മൾ രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡിൻ്റെ ആ പുഡിങ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ കുളിയിൽ തന്നെ എല്ലാം കഴിഞ്ഞ് സുന്ദരിയായി ഞാൻ ഒരുങ്ങി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ റെഡിയായി. എന്നിട്ട് പിന്നെ നമ്മൾ നടന്ന് നമ്മളിങ്ങനെ സ്റ്റോപ്പിലോട്ട് പോയി. ഞങ്ങൾ കുറേ കൊച്ചാർത്താനൊക്കെ പറഞ്ഞിടേ ഞങ്ങളങ്ങനെ പോകും നടന്ന്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു ഓട്ടോ ഒക്കെ കിട്ടി. നമ്മൾ ഓട്ടോയിലൊക്കെ കയറി നമ്മൾ കായംകുളത്ത് വന്നിട്ടാ അമ്പലത്തിൽ പോവാം. അപ്പം കായംകുളം വരെ നമ്മൾ ഓട്ടോ കിട്ടി വന്നിട്ട് അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് നമുക്ക് ബസ്സൊക്കെ കിട്ടി നമ്മളവിടെ ചെന്നു. നമ്മളെവിടെ പോയെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ്സും ചെയ്യേണ്ട. നമ്മൾ പോയത് വെട്ടിക്കോട്ട് അമ്പലത്തിലാണ്. അവിടെ പോയി തൊഴുതു. പിന്നെ തൊഴുതൊക്കെ വന്നതിന് ശേഷം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ആയിട്ട് വെളിയിൽ വന്നപ്പോൾ അവിടെ കുറേ കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പൂവിൻ്റെ ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് വന്ന് കുറേ നേരം ഇതിനെത്ര അതൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. പെട്ടെന്ന് തന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു, സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടി. പിന്നെ നമ്മൾ കായംകുളത്ത് ഇറങ്ങിയിട്ട് SMൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് പകുതി ഒരു ഓട്ടോയ്ക്ക് അത് കഴിഞ്ഞിട്ട് നടന്ന് നമ്മൾ വീട്ടിലെത്തി. ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി മഴയായിരുന്നു. വെളിയിൽ ഭയങ്കര വെയിലും അതുപോലെ തന്നെ മഴയും. ഒന്നാമത് ഭയങ്കര ചൂടാണ്, അതിൻ്റെ കൂടെ ഈ മഴയും കൂടെ പെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ചൂടാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന എന്തോ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കി. പിന്നെ കുറച്ച് നേരം ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.